ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് പൊന്മുടിയിലോട്ട് പോവുകയാണ്. ദർശിട്ടൻ രാവിലെ തന്നെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ട്രിപ്പൊക്കെ പോകാൻ. ഞങ്ങൾ 5 മണിക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. കോടയൊക്കെ കാണണമെങ്കിൽ രാവിലെ പോകണമല്ലോ. അപ്പം 5 മണിയായപ്പോൾ പണി പാളി. നല്ല മഴയായതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങി. കൊല്ലത്ത് നിന്ന് ഇവിടേക്ക് 3 മണിക്കൂർ യാത്രയുണ്ട്. ഫുഡ് കഴിക്കാനല്ലാണ്ട് വണ്ടി വേറെ എവിടെയും നിർത്തിയില്ല. ഒരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കളിക്കുന്നതൊക്കെ കാണാൻ. ഞങ്ങൾ പൊന്മുടിയിലെത്തി. പിന്നെ അവിടെ എൻട്രി പാസ് എടുക്കണമായിരുന്നു. പിന്നെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. ഇവിടെ നിന്ന് ഇനി 22 വളവുകളുണ്ട്. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നേ. കാശൊക്കെ എപ്പോൾ വേണേലും വരും ഗൈസ്, പക്ഷെ നമ്മുടെ പ്രായം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമുക്ക് കിട്ടുന്ന ആകെ ഒരു ലൈഫ്, അത് നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കാൻ നോക്കണം. അങ്ങനെ ഞങ്ങളവിടെ എത്തി. 2-3 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. വണ്ടിയിലിരുന്ന് നടുവൊക്കെ അടിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല വീഡിയോ. പിന്നെ ഞങ്ങൾ ഏത് ഭാഗത്തോട്ട് പോകണോ ഡൗട്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കോടയൊന്നും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു കോടയൊന്നും ഇല്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിന്നെ കോടയൊക്കെ വന്നു. കുട്ടികളായിട്ടാണ് വരുന്നതെങ്കിൽ സ്നാക്സ് വല്ലതും കരുതണം. അവിടെ വേറെ ഷോപ്പൊന്നുമില്ല. വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു ക്യാൻറ്റീൻ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ വരുന്ന വഴിക്ക് സ്നാക്സൊക്കെ കിട്ടുന്ന കടകളുണ്ട്, അല്ലാണ്ട് വലിയ കടകളൊന്നും അവിടെ ഇല്ല. ദർശുട്ടൻ എല്ലാവരോടും പെട്ടെന്ന് കമ്പനിയാവും. അപ്പോൾ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് പിള്ളേരുടെ അടുത്തേക്ക് അവൻ പോയിട്ടുണ്ട്. ഉച്ചയായപ്പോഴൊക്കെ കോട നല്ല രീതിയിൽ കൂടാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് ഞങ്ങൾ മീൻമുട്ടി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ദർശുട്ടൻ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പം പിള്ളേർക്കും കുളിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് ഇത്. ഉറങ്ങിക്കിടന്ന കൊച്ചിനെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ആൾ പിന്നെ കരച്ചിലൊന്നുമില്ല. ഇതൊക്കെ എൻജോയ് ചെയ്യും. പൊന്മുടിയിലോട്ട് വരുന്നവർ മസ്റ്റായിട്ട് ഇവിടെയും കൂടി കയറുക. അടിപൊളിയാണ്. കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സും പിന്നെ തോർത്തും കരുതുക. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ഇവിടെ സൗകര്യമുണ്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നേ. അത്യാവശ്യം ആഴമൊക്കെ ഉള്ളൂ. പിന്നെ സേഫ്റ്റി ഗാർഡൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം കാണണമെങ്കിൽ കുറച്ചും കൂടി നടന്നു പോകണം. ഞങ്ങൾ പോയില്ല, ഇവിടെ നിന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതലും പോകാതിരുന്നത്. നടക്കുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. ഒരു ദിവസം ഞങ്ങളുടെ പെട്ടെന്നാണ് പോയത്. സമയം പോയത് പോലും അറിഞ്ഞില്ല. ദർശുടനെ നല്ല രീതിക്ക് വെള്ളത്തിലൊക്കെ മുക്കിയെടുക്കുന്നുണ്ട്. ആൾ നല്ല വിറച്ചുകൊണ്ടിരുന്നതാണ്. ഈ കുഞ്ഞി ഫാമിലി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.